നമ്മൾ തേങ്ങാച്ചോറാണ് ഉണ്ടാക്കാൻ നോക്കുന്നത്. തേങ്ങാച്ചോറ് കഴിഞ്ഞ ദിവസം ഞാൻ അത് ഉണ്ടാക്കാൻ വേണ്ടി യൂട്യൂബിലൊക്കെ നോക്കിയപ്പോഴത്തേക്കിനും അവരാണെങ്കിൽ അരി കഴുകിയ അരിക്കകത്തോട്ട് തേങ്ങായും ഉള്ളിയും എല്ലാം കൂടി കൈകൊണ്ട് ഞെരടി ചേർക്കുന്നതാണ് കണ്ടത്. അപ്പോൾ ഞാൻ തോന്നുന്നു ചതച്ച് ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുമല്ലോ എന്ന് കരുതി ഞാൻ തേങ്ങാപ്പീര 4-5 ചുവന്നുള്ളി കുറച്ച് ജീരകം ഇട്ട് മിക്സിക്കകത്ത് ജസ്റ്റ് ഒന്ന് ഒരു ചതച്ച പരുവത്തിൽ ഒന്ന് അടിച്ചെടുത്തു. എന്നിട്ട് അത് നമ്മൾ കഴുകി വാരി വെച്ചേക്കുന്ന അരിക്കകത്തോട്ട് അതിട്ടു. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഉലുവായും ഇട്ട് ഉപ്പും ഒഴിച്ചിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഞെരടി ചേർത്തു. ഞെരടി ചേർക്കുമ്പോഴത്തേക്കും അതിന് കുറച്ചുകൂടി ഒരു ടേസ്റ്റാണ്. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുന്നതെന്ന് പറഞ്ഞാൽ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ളതാണെന്ന് കണക്ക്. എന്നിട്ട് അത് നമ്മൾ കുക്കറിൽ ഒറ്റ വിസിലടിച്ച് തുറന്ന് നോക്കി. നമ്മളിപ്പം വെന്തു, പക്ഷേ എന്നാലും കുറച്ചും കൂടി ഒരു വേവ് ആവണം തോന്നിയുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇച്ചിരി ഉപ്പും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒറ്റ വിസിലും കൂടി അടുപ്പിച്ചു. എന്നിട്ട് ആവി പോയപ്പോഴത്തേക്കിന് തുറന്നപ്പോഴത്തേക്കിന് ഓക്കെ ആയി. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് എല്ലാവർക്കും മുസ്ലിംസും പൊതുവേ ബിരിയാണി കൂടുതൽ കഴിക്കുന്നത്. നമ്മുടെ വീട്ടിലൊന്നും ബിരിയാണി ഉണ്ടാക്കാൻ ആർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് പെരുന്നാളിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങാച്ചോറും പരിപ്പ് കറിയും ബീഫ് കറി അല്ലെങ്കിൽ ചിക്കൻ കറിയൊക്കെ ആയിരുന്നു നമ്മുടെ ഒരു സ്പെഷ്യൽ. അപ്പോൾ ആരെങ്കിലും കഴിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കും. താങ്ക് യു.